നമസ്കാരം. നമ്മുടെ ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഓരോ മാസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. എന്നാൽ മാസാനാം മാധവോത്തമ എന്നാണ് പ്രമാണം. അതായത് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് വൈശാഖമാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ കാലം ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും നാളുകളാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ വൈശാഖ മാസത്തിൻ്റെ ഐതിഹ്യം, അതിൻ്റെ ആത്മീയ പ്രാധാന്യം, കൂടാതെ കേരളത്തിൽ വിശേഷാൽ അനുഷ്ഠിക്കുന്ന ചിറ്റക വ്രതം എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി നോക്കാം. സ്കന്ദപുരാണത്തിലാണ് വൈശാഖ മാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നാരദ മഹർഷി അംബരീഷ രാജാവിന് വിവരിച്ചു കൊടുക്കുന്നത്. ത്രേതായുഗത്തിൻ്റെ ആരംഭം വൈശാഖ ശുക്ലപക്ഷ തൃതീയയായ അക്ഷയ തൃതീയ ദിനത്തിലാണെന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പ്രധാന അവതാരങ്ങളായ പരശുരാമൻ, നരസിംഹമൂർത്തി, ബലരാമ അവതാരം എന്നിവ സംഭവിച്ചതും ഈ പുണ്യമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം മുഴുവൻ വിഷ്ണു പൂജയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. പണ്ട് ദാരിദ്ര്യത്തിലും ദുരിതത്തിലും പെട്ടുപോയവർ വൈശാഖവ്രതം അനുഷ്ഠിച്ച് മോക്ഷം നേടിയ കഥകൾ പുരാണങ്ങളിൽ കാണാം. മാധവൻ എന്ന വിഷ്ണുനാമത്തോട് ചേർത്ത് ഇതിനെ മാധവമാസം എന്നും വിളിക്കുന്നു. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് 10 മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ജലദാനമാണ്. കഠിനമായ ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ ദാഹിക്കുന്നവർക്ക് പാനീയങ്ങൾ നൽകുന്നതും പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം നൽകുന്നതും മഹാപുണ്യമായി കരുതുന്നു. നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ജീവിയെ എങ്കിലും സഹായിക്കുന്നത് വൈശാഖ പുണ്യം നേടാൻ സഹായിക്കും. ഇനി വടക്കൻ കേരളത്തിൽ ചെയ്തു വരുന്ന ഒരു വ്രതമാണ് ചിറ്റക വ്രതം. അതിലേക്ക് കടക്കാം. വൈശാഖ മാസത്തിലെ 30 ദിവസവും ചെയ്യുന്ന കഠിന വ്രതമാണിത്. പഴയകാലത്ത് നമ്മുടെ മുത്തശ്ശിമാരും അമ്മമാരും ഇത് വളരെ ചിട്ടയോടെ അനുഷ്ഠിച്ചിരുന്നു. ചിറ്റക എന്നാൽ ചിട്ടയായ അകം, അതായത് മനസ്സ് എന്നും അർത്ഥം വരാം. സൂര്യോദയത്തിന് മുൻപ് കുളത്തിൽ പോയി കുളിച്ച് ശുദ്ധിയാകുന്നത് ഇതിൻ്റെ ആദ്യ പടിയാണ്. പകൽ സമയം പൂർണ്ണമായോ അല്ലെങ്കിൽ ഒരു നേരം മാത്രമോ അരിയാഹാരം കഴിക്കുന്നു. രാത്രിയിൽ പഴങ്ങളോ ലഘുഭക്ഷണമോ മാത്രം. വിഷ്ണു സഹസ്രനാമം, അഷ്ടാക്ഷര മന്ത്രം, അതായത് ഓം നമോ നാരായണായ, ഭാഗവത പാരായണം എന്നിവ മുടങ്ങാതെ നടത്തണം. സാധിക്കുമെങ്കിൽ ദിവസവും വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. മനസ്സിൽ നിന്ന് ദേഷ്യവും അസൂയയും വെടിഞ്ഞ് എല്ലാവരോടും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറുന്നതാണ് ഈ വ്രതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ശരീരം വ്രതത്തിലൂടെ ശുദ്ധീകരിക്കുമ്പോൾ മനസ്സ് ജപത്തിലൂടെ നിർമ്മലമാകുന്നു. ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖ മാസം. ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും 10 മടങ്ങ് ഫലം ലഭിക്കുമെന്ന് പറഞ്ഞുവല്ലോ. വ്രതാനുഷ്ഠാനത്തോടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. വിഷ്ണു സഹസ്രനാമം, അഷ്ടാക്ഷരീ മന്ത്രം, അതായത് ഓം നമോ നാരായണായ, ദ്വാദശാക്ഷരീ മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ, ഭാഗവത പാരായണം എന്നിവ മാധവമാസക്കാലത്ത് അഭീഷ്ടസിദ്ധി നൽകും. വൈശാഖ മാസം മുഴുവൻ വ്രതം നോറ്റ് ഭഗവാനെ ധ്യാനിക്കുന്നത് ഉത്തമമാണ്. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതമെടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വൈശാഖ മാസക്കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ അഭൂതപൂർവമായ തിരക്കാണ്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖ മാസം പുണ്യകാലമായി ആചരിക്കാറുണ്ട്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ എന്നുള്ളതാണ്. വൈശാഖ മാസത്തിലുടനീളം ഇത് 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്ന് 3 തവണ ചെല്ലുന്നത് വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമാണെന്ന് പറയുന്നു. ദാനം നൽകുന്നവൻ മനസ്സ് നിറഞ്ഞു നൽകിയാൽ ഫലം സുനിശ്ചിതം. ഓം നമോ നാരായണായ ചൊല്ലി ദാനം നൽകുക. നമ്മുടെ വീട്ടിൽ ദ്രവ്യമില്ലെങ്കിൽ ഉള്ളത് നൽകുക. മാമ്പഴമായോ ചക്കപ്പഴമായോ നല്ല വാക്കുകളായോ നല്ല പ്രവൃത്തികളായോ എങ്ങനെ വേണേലും ദാനം നൽകാം. അഹം എന്ന ഭാവം വെടിഞ്ഞ് ഈശ്വരനെ ഭജിക്കുക. ഭഗവാൻ ഈ നാളുകളിൽ പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തുമെന്നാണ് വിശ്വാസം. ഹരേ കൃഷ്ണ.